സിഎം സാർ മോഡിഫിക്കേഷനെ കുറിച്ച് വണ്ടി കാര്യങ്ങളൊക്കെ കേരളത്തിലെ വാഹന പ്രേമികൾക്കിടയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നൽകിയ ആ വാഗ്ദാനം. കേരളത്തിൽ വാഹന മോഡിഫിക്കേഷൻ നിയമവിധേയമാക്കും. എന്നാൽ മുൻപ് ഗതാഗത മന്ത്രിയായിരുന്ന ഗണേഷ് കുമാർ പറഞ്ഞത് ഇതൊരു കേന്ദ്ര നിയമമാണ്, ഇതിൽ സംസ്ഥാനത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും എല്ലാവർക്കും ഒരു സംശയമുണ്ട്. മുഖ്യമന്ത്രി വെറുതെ വാഗ്ദാനം നൽകിയതാണോ, അതോ ഇതിനു പിന്നിൽ നമുക്കറിയാത്ത എന്തെങ്കിലും നിയമപരമായിട്ടുള്ള പഴുതുകളുണ്ടോ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യെസ്, ഇത് കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയും. അത് എങ്ങനെയാണെന്നും അതിനുള്ള ഭരണഘടനാപരമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായി കാണുക, കാരണം ഇതൊരു സാധാരണ വിഷയമല്ല. നിയമത്തിന്റെ ചില കളികളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഇതൊരു കേന്ദ്ര നിയമമാണെന്നും സംസ്ഥാനത്തിന് മാറ്റാൻ കഴിയില്ലെന്നും പലരും പറയുന്നത് നോക്കാം. 1988 മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 52, അതുപോലെ 2019 സുപ്രീം കോടതി വിധി, ഇവ രണ്ടും പറയുന്നത് വാഹനത്തിന്റെ കമ്പനി നിശ്ചയിച്ചിട്ടുള്ള അടിസ്ഥാന സ്ട്രക്ചർ മാറ്റാൻ പാടില്ല എന്നാണ്. ഇത് കേൾക്കുമ്പോൾ തോന്നും എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. എന്നാൽ അവിടെയാണ് ഭരണഘടന സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന ചില അധികാരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുഖ്യമന്ത്രി ഈ വാഗ്ദാനം ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനമായും 4 വഴികളാണ് സർക്കാരിന് മുന്നിലുള്ളത്. ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള വഴി എന്താണെന്ന് ചോദിച്ചാൽ, ഭരണഘടനയിലെ ആർട്ടിക്കിൾ 254 സബ്സെക്ഷൻ 2 മോട്ടോർ വാഹന നിയമം എന്ന് പറയുന്നത് ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന ഒന്നാണ്. അതായത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇതിൽ നിയമം ഉണ്ടാക്കാൻ അധികാരമുണ്ട്. കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായി സംസ്ഥാനത്തിന് ഒരു നിയമം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിയമസഭയിൽ ഒരു ബില്ല് പാസാക്കി ഗവർണർ വഴി അത് സാക്ഷാൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയക്കാം. രാഷ്ട്രപതി അതിൽ ഒപ്പുവെച്ചാൽ കേന്ദ്ര നിയമം എന്തുതന്നെ ആയിരുന്നാലും ആ പുതിയ നിയമം കേരളത്തിൽ നടപ്പിലാകും. ഇതൊരു വലിയ കടമ്പയാണെന്ന് തോന്നാം, പക്ഷേ അസാധ്യമല്ല. സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുന്ന ഒരു കൃത്യമായ ഒരു ബില്ല് തയ്യാറാക്കിയാൽ തീർച്ചയായും ഇതിലൊരു സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ വഴി, ഇതിനാണ് ഏറ്റവും കൂടുതൽ പ്രായോഗിക സാധ്യതയുള്ളത്. എന്താണ് രൂപമാറ്റം അഥവാ ഓൾട്രേഷൻ എന്നതിന് കൃത്യമായിട്ടുള്ള ഒരു നിർവചനം സംസ്ഥാന സർക്കാർ കൊണ്ടുവരിക. പലപ്പോഴും റോഡിൽ നമ്മുടെ വണ്ടികൾക്ക് MVD പിഴ അടിക്കുന്നത് വെറും ആക്സസറികൾ വെക്കുമ്പോഴാണ്. അലോയ് വീൽ, ബമ്പർ, റൂഫ് റെയിൽ, വണ്ടിയുടെ നിറം മാറ്റൽ, എക്സ്ട്രാ ലൈറ്റുകൾ, ഇതിനെയൊക്കെ രൂപമാറ്റമായി കണക്കാക്കാൻ കഴിയില്ല എന്ന് സംസ്ഥാന സർക്കാരിന് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ വ്യക്തമാക്കാം. വാഹനത്തിന്റെ എഞ്ചിൻ, ചേസിസ് തുടങ്ങിയ അടിസ്ഥാന ഘടന മാറ്റുന്നതിനെ മാത്രം രൂപമാറ്റമായി കണക്കാക്കുകയും ബാക്കിയുള്ളവ വാഹന ഉടമയുടെ സ്വാതന്ത്ര്യമായി വിടുകയും ചെയ്യാം. ഇതിനായി സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഇറക്കാൻ അധികാരമുണ്ട്. ഈ ഒരു കാര്യത്തിന് കേന്ദ്രത്തിന്റെയോ കോടതിയുടെയോ അനുമതി ആവശ്യമില്ല. മൂന്നാമത്തെ സാധ്യത ഒരു സ്റ്റേറ്റ് ലെവൽ സർട്ടിഫിക്കേഷൻ സിസ്റ്റം കൊണ്ടുവരിക എന്നതാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ നിങ്ങൾക്കൊരു വാഹനം മോഡിഫൈ ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷേ അത് റോഡിൽ ഇറക്കാൻ സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കാൻ സർക്കാർ അംഗീകൃത ടെസ്റ്റിംഗ് സെന്ററുകൾ അല്ലെങ്കിൽ ഒരു ബോർഡ് രൂപീകരിക്കുക. നിശ്ചിത ഫീസ് അടച്ച് വാഹനം അവിടെ കാണിച്ച് സുരക്ഷാ സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ നിയമപരമായി തന്നെ ആർക്കും മോഡിഫൈ ചെയ്ത വാഹനം ഓടിക്കാം. കേന്ദ്ര നിയമത്തിലെ സെക്ഷൻ 52 തന്നെ ഇത്തരം ചില ഇളവുകൾ നൽകാൻ വകുപ്പുണ്ട്. കേരള സർക്കാർ ഇതിനൊരു കൃത്യമായ പ്രപ്പോസൽ ഉണ്ടാക്കി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് കൊടുത്താൽ കേരളത്തിൽ മാത്രം പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് നടപ്പിലാക്കാൻ സർക്കാരിന് കഴിയും. ഇനി നാലാമത്തെ കാര്യം നിയമ പോരാട്ടമാണ്. 2019 സുപ്രീം കോടതി വിധി മാറ്റിയെഴുതാൻ സംസ്ഥാന സർക്കാർ തന്നെ നേരിട്ട് കോടതിയെ സമീപിക്കുക. വെറുമൊരു വാഹന പ്രേമം എന്നതിലുപരി ഇതൊരു വലിയ വ്യവസായമാണ്. വാഹന മോഡിഫിക്കേഷൻ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് യുവാക്കൾ കേരളത്തിലുണ്ട്. ഗ്യാരേജുകൾ, ആക്സസറി ഷോപ്പുകൾ, പെയിന്റിംഗ് വർക്ക്ഷോപ്പുകൾ, അങ്ങനെ ഒരുപാട് തൊഴിലവസരങ്ങൾ ഈ മേഖലയിലുണ്ട്. ഈ സാമ്പത്തിക വശം ചൂണ്ടിക്കാട്ടിയും കേരളത്തിലെ ടൂറിസം മേഖലയുടെ പ്രത്യേകതകൾ ചൂണ്ടിക്കാട്ടിയും സുപ്രീം കോടതിയെ സമീപിച്ചാൽ ഈ വിധിയിൽ ഒരു ഇളവ് നേടിയെടുക്കുവാൻ സംസ്ഥാന സർക്കാരിന് കഴിയും. അതുകൊണ്ട് മുഖ്യമന്ത്രി സതീശൻ ഈ വാഗ്ദാനം ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം സർക്കാർ ഇതിനകം തന്നെ ഈ വഴികളെക്കുറിച്ച് കൃത്യമായി നിയമോപദേശം നേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഒറ്റയടിക്ക് നാളെ രാവിലെ മുതൽ കേരളത്തിൽ മോഡിഫിക്കേഷൻ പൂർണ്ണമായും ഫ്രീ ആകും എന്നല്ല ഇതിനർത്ഥം. അതിന് നിയമസഭയിൽ ബില്ല് പാസ്സാക്കുകയോ MVD റൂൾസിൽ മാറ്റം വരുത്തുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. കുറച്ച് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണിത്. പക്ഷെ ഒരിക്കലും നടക്കാത്ത കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വ്യക്തമായ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നിയമത്തിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ കേരളത്തിലെ വാഹന പ്രേമികൾക്കും ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കും അനുകൂലമായ ഒരു തീരുമാനം കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാരിന് ഉറപ്പായും കഴിയും. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഈ വീഡിയോ നിങ്ങളുടെ വാഹന പ്രേമികളായിട്ടുള്ള സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.